രാഹുലേ, മുത്തേ, പൊന്നെ, നീയടെ ചങ്ക് ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ മാനം കാത്തോടാ. എല്ലാവരുടെയും മുഖത്ത് ആഞ്ഞൊന്ന് പ്രകരിച്ച് നിയമസഭയിലേക്ക് അങ്ങ് കയറി ചെന്നില്ലേ? മിടുക്കൻ. രാവിലെ മുതൽ നീ നിയമസഭയിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചാനലുകാരെല്ലാം ഇങ്ങനെ ക്യാമറ കണ്ണുമായിട്ട് ആ നിയമസഭാ കവാടത്തിലങ്ങനെ നിൽക്കുകയാണ്. ഓരോ വണ്ടി വരുമ്പോഴും അവരങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വണ്ടിയിലുണ്ടോ, ഈ വണ്ടിയിലുണ്ടോ, ഇനി ഹെൽമെറ്റ് എങ്ങാനും വെച്ച് വല്ല ബൈക്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടമല്ലല്ലടാ, നീ അവരെ എല്ലാം പറ്റിച്ചുകൊണ്ട് നിയമസഭ തുടങ്ങിക്കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങ് ചെന്നും മിടുക്കനായിട്ട്. അയ്യോ, അപ്പോൾ സതീശൻ സാറിൻ്റെ മുഖത്ത് രക്തം എന്തായി എന്നറിയില്ല കേട്ടോ. സതീശൻ സാറിന് പിടിച്ചിട്ടില്ല എന്നാണ് പറയണത്. നീ ചെല്ലുന്നത് നീയാണ് മിടുക്കൻ. രാഹുലേ, നിനക്ക് വേണ്ടി പലയിടത്തു നിന്നും അമ്മമാരുടെ വോയിസ് മെസ്സേജുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പാറിപ്പറക്കൂടാ, പുറത്തു വാ, നീ ട്രോമയിലാണെന്നാണ് അവരൊക്കെ പറഞ്ഞു പരത്തിയിരുന്നത്. നീ വലിയ സങ്കടത്തിലാണെന്നും വലിയ ട്രോമയിലാണെന്നും മരുന്ന് കഴിക്കുകയാണെന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ നിന്നെ കണ്ടാലൊന്നും അങ്ങനെ തോന്നുന്നില്ല മകനെ. ഇനി നീ പാലക്കാട്ടേക്കും പോകണം. അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് വേണ്ടി നീ വാദിക്കണം. അവരുടെ MLA ആണ് താങ്കൾ. അതുകൊണ്ട് ഒരു നിമിഷം ഇനി വൈകാതെ പാലക്കാട്ടേക്ക് കൂടെ പോകണം. അമ്മമാരും പെങ്ങന്മാരും എല്ലാം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മകനെ. ഇന്നലെ കൂടി പാലക്കാട്ട് നിന്ന് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വിളിച്ചിരുന്നു. രാഹുലെത്തും, നിയമസഭയിലെത്തും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മാനം കാക്കുമെന്ന് ഉറക്കം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നീ നിയമസഭയിലെത്തിയതും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒപ്പമാണെന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരുടെയും മാനം കാത്തു എന്നാണ് പാലക്കാട്ട് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞത്. മിടുക്ക. ചാനലുകാരെല്ലാം കബളിപ്പിച്ചുകൊണ്ട് നീ നിയമസഭയ്ക്കകത്ത് കയറിയത് സൂപ്പറായി മകനെ. അവരെല്ലാം എളിഭ്യരായി. സതീശൻ സാർ എന്ത് വേണമെങ്കിൽ പറയട്ടെ, അതിനൊന്നും പുല്ലുവില കൽപ്പിക്കേണ്ട. നമുക്ക് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് നയിക്കണം. സതീശൻ സാറിന് അടുത്ത മുഖ്യമന്ത്രിയാവണം. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തത് താങ്കളാണെന്ന് ഞങ്ങൾക്കറിയാം. ആ യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട്ട് നിന്നും ആവേശത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. നിയമസഭയിൽ നീ കോൺഗ്രസ്സുകാരുടെ കൂടെ ഇരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പൊരുതണം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനെ നമുക്ക് അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആവേശം കൊണ്ട് ഈ സതീശൻ സാർ മുഖ്യമന്ത്രിയാവണം. അപ്പം ലജ്ജിക്കണം. അങ്ങനെ ഒരു പ്രത്യേക ഗർവുണ്ടല്ലോ, ക്ലോസ്ഡ് ചാപ്റ്റർ, ഹൂ കേഴ്സ്, അതൊക്കെ വിട്ടേക്കുമാനെ. ട്രാഫിക്കയും താങ്കളൊക്കെ ഓടി നടത്തും പണിയെടുത്ത് പാലക്കാട്ട് നിലമ്പൂരൊക്കെ വിജയിച്ചപ്പോൾ അവർക്കങ്ങ് അഹങ്കാരം കൂടി. അങ്ങനെ നമുക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്നില്ല. ഒരു തെളിവുമില്ലാതെ ഒളിവിലിരുന്ന് കുറച്ച് പേരെന്തോ ചില അപവാദങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് എവിടെ തെളിവെവിടെ? കേസ് വരട്ടെ, അല്ലേ കോടതിയിൽ വരട്ടെ, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് സധൈര്യം റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് നിയമസഭയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ തന്നെ താങ്കൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടും ഭൂഷണമാണ് മകനെ. അതുകൊണ്ട് ഇനി ഓരോ നിമിഷവും താങ്കൾ സധൈര്യം മുന്നോട്ട് പോകുക. ഈ പാലക്കാട്ടുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും താങ്കളുടെ കൂടെയുണ്ട്. മറ്റ് നേതാക്കൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ. ഈ ചിന്തകളൊക്കെ ഏതാനും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും മനസ്സിലുള്ളതാണ്. ഈ മനോഭാവം കേരളം എങ്ങനെ ഏറ്റെടുക്കുമെന്ന് വരുന്ന ആളുകളിൽ അറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.